Third semester degree examination November 2022 Bcom corporate accounting question paper discussion ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ മാക്സിമം മാർക്ക് എന്ന് വെച്ചാൽ 80 മാർക്കാണ്. ടോട്ടൽ ഡ്യൂറേഷൻ ഈസ് 2.5 hours. ഓക്കെ, അപ്പോൾ ആദ്യം പാർട്ട് എയിൽ വരുന്നത് ദർ ആർ 15 ക്വസ്റ്റ്യൻസ് ഇൻ പാർട്ട് എ. അപ്പോൾ അതിൽ ടോട്ടൽ മാർക്ക് എത്ര വരുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ടോട്ടൽ മാർക്ക് വരുന്നത് ഇവിടെ 2 മാർക്കാണ് ഒരു ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള 15 ചോദ്യങ്ങളുണ്ട്. ടോട്ടൽ മാർക്ക് 30 പക്ഷേ സീലിംഗ് 25 മാർക്കാണ്. ഓക്കെ, അപ്പോൾ അറിയാവുന്ന എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൻ്റെ പാതി അറിയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനും കൂടി മാർക്ക് അവിടെ നമുക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പരമാവധി ചോദ്യങ്ങൾ ഈ സീലിംഗ് ഉള്ള ഭാഗങ്ങളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് വെച്ചാൽ. ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ, അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് മെല്ലെ കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം വരുന്നത് സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർ. അതായത് ഷെയർ ബൈബാക്ക് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഉത്തരം നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു റിട്ടേൺ ദ സർപ്ലസ് ക്യാഷ് ടു ഇൻവെസ്റ്റേഴ്സ്. അതായത് സർപ്ലസ് ക്യാഷ് ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ ചെയ്യാനായിട്ട് ബൈബാക്ക് സഹായിക്കുമെന്നാണ് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ് ഈസ് ടു ഹെൽപ്പ് ടു ഇൻക്രീസ് ദ ഏർണിംഗ് പെർ ഷെയർ. EPS ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും. മൂന്നാമത്തെ പോയിൻ്റ്, ഇറ്റ് ഇൻക്രീസസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഇൻ ദ കമ്പനി. അതായത് ഒരു പ്രൊമോട്ടർ മീൻസ് ദ പേഴ്സൺ ഹു സ്റ്റാർട്ടഡ് ദ കമ്പനി. അപ്പോൾ അധികം ചിലപ്പോൾ അത് ഓൺട്രപ്രനോറിയൽ പ്രൊമോട്ടർ ആണെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയിലുള്ള നിയന്ത്രണം, ഷെയറുകൾ അധികം വിറ്റുപോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നിയന്ത്രണം വരും. ആ നിയന്ത്രണം ഈ പ്രൊമോട്ടർക്ക് തന്നെ വന്നു ചേരും ബൈബാക്ക് ചെയ്താൽ. ഇനി അടുത്ത പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു റീസ്ട്രക്ചർ ദ ക്യാപിറ്റൽ ബേസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ക്യാപിറ്റൽ ബേസ് ഒന്ന് റീസ്ട്രക്ചർ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് യു മീൻ ബൈ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ? എന്നാണ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ഉത്തരം നോക്കാം. റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ റെഫേഴ്സ് ടു ഡിസ്ചാർജ് ഓഫ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ഡിബെഞ്ചേഴ്സ്. അതായത് ഒരു ഡിബെഞ്ചറിൻ്റെ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുക, അതായത് ഡിബെഞ്ചർ തിരിച്ചു വാങ്ങുക, പൈസ തിരിച്ചു കൊടുക്കുക. അതാണ് റിഡംഷൻ ഓഫ് ഡിബെഞ്ചറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സിംപ്ലി മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ഡിബെഞ്ചേഴ്സ്. അതായത് ഡിബെഞ്ചർ റീപേ ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റീപേയ്മെൻറ്റ് ഓഫ് ഡിബെഞ്ചർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ബോണസ് ഷെയർ? എന്താണ് ബോണസ് ഷെയർ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ഔട്ട് ഓഫ് ഇറ്റ്സ് ലാർജ് റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പാസ്റ്റ് പ്രോഫിറ്റ്. അതായത് ബോണസ് ഷെയർ എന്താണെന്ന് വെച്ചാൽ കമ്പനി പാസ്റ്റ് പ്രോഫിറ്റ് ലാർജ് റിസർവ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് ക്യാഷായിട്ട് കൊടുക്കാതെ ഷെയർ ആയിട്ട് ആർക്ക് കൊടുക്കുക? ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക. അപ്പോൾ അത് മുഖാന്തരം കമ്പനിക്ക് ചിലപ്പോൾ കമ്പനിയുടെ കൺട്രോൾ കുറച്ച് നഷ്ടപ്പെട്ടാലും ക്യാഷ് റിസർവ്സ് കമ്പനി തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ അതാണ് ബോണസ് ഷെയറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം വരുന്നത്, വാട്ട് ആർ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ? അപ്പോൾ ബോണസ് ഷെയറിനെ അനുബന്ധിച്ച് 2 ചോദ്യങ്ങളായി. ഏതൊക്കെ സാഹചര്യത്തിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. വെൻ എ കമ്പനി വിഷസ് ടു ക്യാപിറ്റലൈസ് ഇറ്റ്സ് ഹ്യൂജ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഓർ റിസർവ്സ് ബൾക്ക്. അതായത് കമ്പനിക്ക് ഒരുപാട് റിസർവ് ഉണ്ട്, ഒരുപാട് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കമ്പനിക്ക് ക്യാപിറ്റലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതൊക്കെ ക്യാപിറ്റലിലേക്ക് വിനിയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി അടുത്തെന്താണ് പറയുന്നത്? നെക്സ്റ്റ് പോയിന്റ് ഈസ് വെൻ ദ കമ്പനി ഹാസ് നോട്ട് സഫിഷ്യൻറ്റ് ക്യാഷ് റിസർവ്. കമ്പനിക്ക് വേണ്ടത്ര ക്യാഷ് റിസർവ് ഇല്ലെങ്കിൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഈ പറയുന്ന ഈ റിസർവ് എന്ത് ചെയ്യേണ്ടി വരും? ക്യാഷിലേക്ക് വിനിയോഗിക്കേണ്ടി വരും. ഇറ്റ് ഇഷ്യൂസ് ബോണസ് ഷെയർസ് വിത്തൗട്ട് അഡ്വേഴ്സ്ലി എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ അത് ബാധിക്കില്ല. നെക്സ്റ്റ് പോയിന്റ്, വെൻ ദ വാല്യൂ ഓഫ് ഫിക്സ്ഡ് അസെറ്റ് ഓഫ് എ കമ്പനി എക്സീഡ്സ് ഇറ്റ്സ് ക്യാപിറ്റൽ. അതായത് ഈ കമ്പനിയുടെ ഫിക്സ്ഡ് അസെറ്റ് ക്യാപിറ്റലിനെക്കാട്ട് എക്സീഡ് ചെയ്യുകയാണെങ്കിൽ ദ ഡിഫറൻസ് ഈസ് ക്യാപിറ്റലൈസ്ഡ് ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർ. ആ ഡിഫറൻസ് എങ്ങനെയാണ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് വെച്ചാൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് അത് ക്യാപിറ്റലൈസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വരുന്നത്, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ടു ഷെയർ ഹോൾഡർ. അപ്പോൾ ബോണസ് ഷെയറിന് അനുബന്ധിച്ച് മൂന്നാമത്തെ ചോദ്യമാണ് വരുന്നത്. ബോണസ് ഷെയറിനെ കുറിച്ചിട്ട് നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻ അറിയെങ്കിൽ ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് 6 മാർക്കോടെ ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ. അപ്പോൾ എന്തൊക്കെയാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരങ്ങളിലേക്ക് കിടക്കാം. ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ക്യാഷ് ഫോർ ഇറ്റ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് അഡീഷണൽ ഷെയർ കിട്ടും, പുതിയ കാശ് കൊടുക്കാതെ തന്നെ അഡീഷണൽ ഷെയർ കിട്ടും. പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആർ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഫുള്ളി പെയ്ഡ് വിത്തൗട്ട് ഗിവിങ് ക്യാഷ്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർ കിട്ടും എന്നുള്ളതാണ്. നെക്സ്റ്റ്, നോ ടാക്സ് ഇസ് പെയ്ഡ് ഓൺ ബോണസ് ഷെയർസ് റിസീവ്ഡ് ബൈ എ ഷെയർ ഹോൾഡർ. അപ്പോൾ
ബോണസ് ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടാക്സ് അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പോൾ അത്ര ഒരു ബെനിഫിറ്റും വരുന്നുണ്ട്. മൂന്നാമത്തെ, ഇറ്റ് ഇൻക്രീസസ് ലിക്വിഡിറ്റി ഓഫ് ഷെയർ. അത് ഷെയറിൻ്റെ ലിക്വിഡിറ്റി ഇത് വർദ്ധിപ്പിക്കും. ആ ഷെയർ വേണമെങ്കിൽ വിറ്റിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ആക്കാനും പറ്റും. സോ ലിക്വിഡിറ്റി അത് വർദ്ധിപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി എന്താണ് റൈറ്റ് ഷെയർ എന്നുള്ളതാണ്, ഡിഫൈൻഡ് റൈറ്റ് ഷെയർ. അത് കൂടാതെ തന്നെ സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് റൈറ്റ് ഷെയർ ടു കമ്പനീസ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഒരേ ടോപ്പിക് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ഷെയറിനെ കുറിച്ചിട്ട് ഒരുപാട് കണ്ടന്റ് നമുക്ക് അറിയെങ്കിൽ എന്താണ്, ഈസി ആയിട്ട് നമുക്ക് ഇവിടെ 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൈറ്റ് ഷെയർ എന്താണെന്നുള്ളതും ഡിഫൈൻ ചെയ്യാനും അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതും പറയാനാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം നമുക്ക്. അപ്പോൾ റൈറ്റ് ഷെയർ എന്താണ്, അക്കോർഡിംഗ് ടു സെക്ഷൻ 62 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, വെൻ എ കമ്പനി വാണ്ട്സ് ടു ഇൻക്രീസ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ by issue of further shares, such shares must be issued first of all to existing shareholders in proportion to their existing shareholding. These shares are called right shares. അതായത് സെക്ഷൻ 62 സബ്സെക്ഷൻ 1 പ്രകാരം, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 62 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത്, കമ്പനി നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം ഓഫർ ചെയ്യണം. എന്ത്, പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവരുടെ ആനുപാതികമായിട്ട് അവർക്ക് ഓഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓഫർ ചെയ്യുന്ന ഷെയറുകളുടെ പേരാണ് റൈറ്റ് ഷെയർ. ഓക്കെ, ഇനി 7ാമത്തെ ചോദ്യം എന്തായിരുന്നു, റൈറ്റ് ഷെയറിൻ്റെ അഡ്വാൻറ്റേജ് ആയിരുന്നു കമ്പനിക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്, ഇഷ്യൂ അറ്റ് ലോവർ, ഇഷ്യൂ കോസ്റ്റ് ആർ ലോവർ, അതായത് ഇഷ്യൂ ചെയ്യുന്ന ചിലവ് കമ്പനിക്ക് കുറവാണ്. പിന്നെന്താണ്, ഇഷ്യൂ ഇസ് മെയ്ഡ് അറ്റ് എ ഡയറക്ഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ്, അതായത് ഡയറക്ടേഴ്സിൻ്റെ ഡയറക്ഷൻ പ്രകാരമാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇറ്റ് ഇംപ്രൂവ്സ് ദ ഇമേജ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഇമേജ് ഇത് വർദ്ധിപ്പിക്കും. റേസിംഗ് ക്യാപിറ്റൽ ഈസ് മോർ സർട്ടൻ ദാൻ ഇൻ കേസ് ഓഫ് പബ്ലിക് ഇഷ്യൂ, അതായത് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് എന്തായാലും ഇതിൽ സർട്ടൻ ആണ്. കാര്യം അധികം റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നിലവിലെ ഷെയർ ഹോൾഡേഴ്സ് അധികം വാങ്ങാൻ ചാൻസ് ഉണ്ട്. സോ ക്യാപിറ്റൽ വിൽ ബി റേസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം വരുന്നത് സ്റ്റേറ്റ് 8ാമത്തെ ചോദ്യം, വാട്ട് യു മീൻ ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിന് അനുബന്ധമായി തന്നെ 9ാമത്തെ ചോദ്യം വരുന്നത്, മെൻഷൻ ദ മെത്തേഡ്സ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഒന്ന്, എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്നുള്ളതും, പിന്നെ രണ്ടാമത്തേത് എന്തൊക്കെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ മെത്തേഡ്സ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ 8ാമത്തെ ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നു, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ എന്താണോ അത് തന്നെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഡിബെഞ്ചർ എന്നുള്ള പേര് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പ്രിഫറൻസ് ഷെയർ എന്ന് എഴുതിയാൽ അത് ആൻസറായി. ഇനി അതിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ, പിന്നെ റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്, പിന്നെ എന്താണ് റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇത് മൂന്നുമാണ് അതിൻ്റെ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം, വാട്ട് ഈസ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ്. എന്താണ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് എന്നുള്ളതാണ് 10ാമത്തെ ചോദ്യം. അതിൻ്റെ ആൻസർ നോക്കാം. അണ്ടർ ദി സിസ്റ്റം ദ പോസ്റ്റിംഗ് ഈസ് ഡൺ ഫ്രം സ്ലിപ്സ് ആൻഡ് നോട്ട് ഫ്രം ദ ജേണൽ ഓർ ക്യാഷ് ബുക്ക്. അതായത് ലെഡ്ജർ പോസ്റ്റിംഗ് ക്യാഷ് ബുക്കെന്നോ അല്ലെങ്കിൽ ജേണലിനോ അല്ലാതെ ഈ സ്ലിപ്സിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ വൗച്ചർ സ്ലിപ്പ് നോക്കിയിട്ട് ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ പേരാണ് സ്ലിപ്പ് സിസ്റ്റം ഓഫ് പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ. ഇനി 11ാമത്തെ ചോദ്യം, വാട്ട് ആർ നോൺ ബാങ്കിങ് അസറ്റ്സ്. എന്തൊക്കെയാണ് നോൺ ബാങ്കിങ് അസറ്റ്സ് എന്നുള്ളതാണ് 11ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ആൻസർ നോക്കാം. നോൺ ബാങ്കിങ് അസറ്റ്സ് ആർ അസറ്റ്സ് അക്വയർഡ് ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിംസ്. അതായത് ഒരു ക്ലെയിം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്വയർ ചെയ്യുന്ന അസറ്റ്സ് ആണ് നോൺ ബാങ്കിങ് അസറ്റ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്. എന്നാണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം നോക്കാം. ദ എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് പ്രൊപ്പോർഷനേറ്റ് ടു ദ പീരീഡ് ദാറ്റ് ഫോൾസ് ഇൻ ദ സബ്സിക്വൻറ്റ് ഇയർ ആർ ടേംഡ് ആസ് അൺഏൺഡ് ഡിസ്കൗണ്ട് ഓർ unexpired discount or rebate on bills discounted. The amount of discount proportionate to the period that falls in the subsequent year. അതായത് സബ്സിക്വൻറ്റ് ഇയറിൽ വരുന്ന പീരീഡിൽ വരുന്ന പ്രൊപ്പോർഷനേറ്റ് ഡിസ്കൗണ്ട് ആണെന്ത്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വരുന്നത് വാട്ട് ഈസ് ലൈഫ് ഫണ്ട്. 13ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ലൈഫ് ഫണ്ട്. ലൈഫ് ഫണ്ട് ഇസ് ദ അക്യുമുലേറ്റഡ് സർപ്ലസ് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ക്രിയേറ്റഡ് ടിൽ ആക്ച്വൽ പ്രോഫിറ്റ് ഈസ് ഡിറ്റർമിൻഡ് ആഫ്റ്റർ ആക്ച്വറിയൽ വാല്യുവേഷൻ. ലൈഫ് ഫണ്ട് ഇസ് ദ അക്യുമുലേറ്റഡ് സർപ്ലസ് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ക്രിയേറ്റഡ് ടിൽ ആക്ച്വൽ പ്രോഫിറ്റ് ഈസ് ഡിറ്റർമിൻഡ് ആഫ്റ്റർ ആക്ച്വറിയൽ വാല്യുവേഷൻ. ഓക്കെ,
അപ്പോൾ ഇതാണ് ലൈഫ് ഫണ്ട് എന്ന് വെച്ചാൽ. ഇനി എന്താണ് വാട്ട് ആർ സ്റ്റാൻഡേർഡ് അസെറ്റ്? അപ്പോൾ എന്താണ് സ്റ്റാൻഡേർഡ് അസെറ്റ്? സ്റ്റാൻഡേർഡ് അസെറ്റ്സ് ഫോർ എ ബാങ്ക് ഇസ് എൻ അസെറ്റ് ദാറ്റ് ഈസ് നോട്ട് ക്ലാസിഫൈഡ് ആസ് ആൻ NPA, നോൺ പെർഫോമിംഗ് അസെറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടാത്ത ബാങ്കിൻ്റെ അസെറ്റ്സ് ആണ് സ്റ്റാൻഡേർഡ് അസെറ്റ്. ദ അസെറ്റ് എക്സിബിറ്റ്സ് നോ പ്രോബ്ലം ഇൻ നോർമൽ കോഴ്സ് അതർ ദാൻ യൂഷ്വൽ ബിസിനസ് റിസ്ക്. അതായത് ഒരു ഈ ബാങ്കിൻ്റെ ബിസിനസ്സിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത അസറ്റുകളാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് റിസ്ക് വരുമ്പോൾ എന്തെങ്കിലും ആ അസറ്റിന് പ്രശ്നം വരുന്നല്ലാതെ നോർമൽ കോഴ്സിൽ ആ അസറ്റിനെ കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അല്ലെങ്കിൽ NPA അങ്ങനെയല്ല. NPA മുഖാന്തരം എന്താണ് ബാങ്കിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇനി എന്താണ് അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം വരുന്നത് വാട്ട് ഈസ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്? എന്താണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നുള്ളതാണ് 15ാമത്തെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഇസ് mere consolidation or of financial details of a subsidiary including parent company and presenting as one balance sheet for the entire group. അതായത് ഒരു പാരൻറ്റ് കമ്പനി ഒരു സബ്സിഡറി കമ്പനി ഏറ്റെടുക്കുകയാണെങ്കിൽ രണ്ടിനും കൂടി ചേർത്ത് രണ്ടിനും കൂടി ഡീറ്റെയിൽസ് ഒന്നിപ്പിച്ചുകൊണ്ടൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ എയിൽ വരുന്നത്. അപ്പം 25 മാർക്കാണ് ടോട്ടൽ, 30 മാർക്കുള്ള ചോദ്യങ്ങളുണ്ട് താനും. അപ്പോൾ എന്ത് ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ആ 25 മാർക്കും നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം ചില ചോദ്യങ്ങൾ ആവർത്തിച്ച്, അതായത് ഒന്നിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള. ഇനി നമുക്ക് പാർട്ട് ബി സെക്ഷനിലേക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിലാദ്യം 16ാമത്തെ ചോദ്യം നോക്കാം. ഫോളോയിങ് ആർ ദ എക്സ്ട്രാക്ട്സ് ഫ്രം ദ ഡ്രാഫ്റ്റ് ബാലൻസ് ഷീറ്റ് ഓഫ് RAM Limited as on 31st March 2018. Authorized capital ₹2 lakh. Equity shares of ₹10 each. 20,000 issued and subscribed. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2 ലക്ഷം ഇക്വിറ്റി ഷെയർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, അതിൽ 10 രൂപയാണ് ഓരോന്നിന് വരുന്നത്. 20 ലക്ഷമാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ₹20 lakh അവിടെ വരുന്നത്. ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 50,000 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ 10 രൂപ ആണ് ഓരോന്നിൻ്റെ വില. അങ്ങനെ 5 ലക്ഷമാണ് ഇപ്പോൾ ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ഇക്വിറ്റി ക്യാപിറ്റൽ വരുന്നത്. റിസർവ് ഫണ്ട് വരുന്നത് 1 lakh ആണ്. പ്രോഫിറ്റ് ലോസിലുണ്ട് 80,000. എ റെസൊല്യൂഷൻ വാസ് പാസ് ഡിക്ലറിംഗ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഓഫ് 20% ഓഫ് ഇക്വിറ്റി ഷെയർ ടു ബി പ്രൊവൈഡഡ് ആസ് ടു 60,000 ഔട്ട് ഓഫ് P&L അക്കൗണ്ട് ആൻഡ് 40,000 ഔട്ട് ഓഫ് റിസർവ് ഫണ്ട്. ദ ബോണസ് ഷെയർസ് വെയർ ടു ബി സാറ്റിസ്ഫൈഡ് ബൈ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർ. റൈറ്റ് ജേണൽ എൻട്രീസ്. അതായത് നമ്മുടെ ഈ പറയുന്ന റിസർവിന്ന്, അതായത് 1 ലക്ഷം റിസർവ് ഉണ്ട്, 80,000 P&L ഉണ്ട്. അപ്പോൾ അതിന് 60,000, അതേപോലെ ഇതിന്ന് 40,000 എടുത്തുകൊണ്ട് 1 lakhൻ്റെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ആദ്യം എന്താണ് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ എത്രയായിരുന്നു റിസർവിലേക്ക് എടുക്കുന്നത്? റിസർവിന്ന് 40,000 എടുക്കുന്നത്. ഇവിടെ സ്കീമിൽ 30,000 എഴുതിയത്, ഇവിടെ നമ്മൾ എഴുതേണ്ടത് 40,000 എന്നാണ്. ഓക്കെ, 40,000 ആണ് റിസർവ് നിന്ന് എടുക്കുന്നത്. P&L നിന്ന് എടുക്കുന്നത് 60,000 ആണ്. ഓക്കെ, സോ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ₹40,000, P&L അക്കൗണ്ട് അറ്റ് ₹60,000, ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് 1 lakh. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇഷ്യൂ ചെയ്യുന്നതാണ്, നമ്മുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ്. 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് 1 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ശ്രദ്ധിക്കുക നിങ്ങൾ, ഇവിടെ എൻട്രി ടോട്ടലി മിസ്റ്റേക്കാണ് ഇവിടെ കൊടുത്ത സ്കീമിൽ. അപ്പോൾ ഇവിടെ വരെ ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ₹40,000, 40,000. P&L അക്കൗണ്ട് അറ്റ് ₹60,000. ഇവിടെ എഴുതേണ്ടത് ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആണ്. അതാണ് 1 lakh വരെ, ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതേണ്ടത്, ഇവിടെ കംപ്ലീറ്റ് തെറ്റാണ്. ഇവിടെ ബോണസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അങ്ങനെയാണ് ഇവിടെ എഴുതേണ്ടത്. ഈ 2 എൻട്രീസാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്? അതായത് പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ആൻസേഴ്സിലേക്ക് നമുക്ക് മെല്ലെ കടക്കാം. അപ്പോൾ ആൻസേഴ്സ് പറയുന്നത്, അക്കോർഡിംഗ് ടു സെക്ഷൻ 55 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഇഫ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ക്യാൻ redeem the preference shares subject to following conditions.
സോ ദ ഷെയർസ് ടു ബി റിഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് ഇതാണ് ഏറ്റവും വലിയ കണ്ടീഷൻ. അതെന്തായിരിക്കണം? ഷെയർ ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ദ ഷെയർസ് ഷുഡ് ബി റിഡീംഡ് ഐദർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ് ഓർ ഔട്ട് ഓഫ് പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് റിഡംഷൻ. അതായത് ഒന്നുകിൽ കമ്പനിയുടെ പ്രോഫിറ്റ് നിന്നായിരിക്കണം റിഡീം ചെയ്യേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് റിഡംഷന് വേണ്ടിയിട്ട് പുതിയ ഷെയർ ഇറക്കി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടായിരിക്കണം റിഡീം ചെയ്യേണ്ടത്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷനായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഓർ ഔട്ട് ഓഫ് ദ കമ്പനി സെക്യൂരിറ്റീസ് പ്രീമിയം. അതായത് റിഡീം ചെയ്യുമ്പോൾ പ്രീമിയം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് എന്നോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം എന്നോ ആയിരിക്കണം. ഓക്കെ. ഫ്രം ഫ്രഷ് ഇഷ്യൂ ആർ എക്സിസ്റ്റിംഗ് ബാലൻസ്. ജനറലി ഇറ്റ് ഈസ് പ്രൊവൈഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം. അധികം സെക്യൂരിറ്റീസ് പ്രീമിയത്തിനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക. ഇഫ് ദർ ഇസ് ആൻ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം ഓർ പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ. ഒന്നുകിൽ ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ ആ പ്രീമിയം ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ റിഡീം ചെയ്യേണ്ട പ്രീമിയം അതിൽ ഈടാക്കിയിട്ട് പൈസ ഈടാക്കിയിട്ട് വേണം അത് പ്രീമിയത്തിൽ റിഡീം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിലവിലെ പ്രീമിയത്തിൻ്റെ ബാലൻസ് എടുത്തതായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? റിഡീം ചെയ്യേണ്ടത്. ഇനി അടുത്ത പോയിന്റ്, നാലാമത്തെ പോയിന്റ് നോക്കാം. വേർ എനി സച്ച് ഷെയർസ് ആർ റിഡീംഡ് out of profit available for dividend, an amount equal to the nominal value of shares to be redeemed must be transferred out of divisible profit to capital redemption reserve. അതായത് എന്താണ്? ഫ്രഷ് ഇഷ്യൂ ആണെങ്കിൽ, അതായത് പ്രോഫിറ്റ് നിന്നാണെങ്കിൽ റിഡീം ചെയ്യുന്നതെങ്കിൽ എമൗണ്ട് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഓഫ് ഷെയർ ടു ബി റിഡീംഡ് മസ്റ്റ് ബി ട്രാൻസ്ഫേർഡ് ഔട്ട് ഓഫ്, അതായത് ഡിവിസിബിൾ പ്രോഫിറ്റിനാണ് നമ്മൾ റിഡീം ചെയ്യുന്നതെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എങ്ങോട്ടേക്ക് മാറ്റണം? ആ ഷെയർ റിഡീം ചെയ്യാൻ ആവശ്യമുള്ള പൈസ ആദ്യം എങ്ങോട്ടേക്കാണ് മാറ്റേണ്ടത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കാണ് മാറ്റേണ്ടത്. ഇനി ലാസ്റ്റ് പോയിന്റ്, ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയറിനാണ് യൂസ് ചെയ്യുക. ദിസ് മീൻസ് ദാറ്റ് പാർട്ട്ലി പെയ്ഡ് ഷെയർസ് കനോട്ട് ബി മെയ്ഡ് ഫുള്ളി പെയ്ഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഇവിടെ പോയിന്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഫുള്ളി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്കത് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ലിമിറ്റഡ് ഡിസൈഡഡ് ടു മേക്ക് എ റൈറ്റ് ഇഷ്യൂ. അതായത് ബോണസ് ഇഷ്യൂവിൻ്റെ ഒരു എൻട്രി കഴിഞ്ഞു. ഇനി അടുത്തത് റൈറ്റ് ഇഷ്യൂവിൻ്റെ ആണ്. എക്സ് ലിമിറ്റഡ് ഡിസൈഡഡ് ടു മേക്ക് എ റൈറ്റ് ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു 3 shares ഫോർ എവറി 4 shares ഹെൽഡ്. അതായത് 4 ഷെയറുള്ള ഒരാൾക്ക് 3 ഷെയർ വെച്ച് ഇഷ്യൂ ചെയ്യാനാണ് എക്സ് ലിമിറ്റഡ് തീരുമാനിച്ചിരിക്കുന്നത്, റൈറ്റ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ. ഇഷ്യൂ പ്രൈസ് പെർ ഷെയർ ₹150. അപ്പോൾ ഇഷ്യൂ പ്രൈസ് 150 ആണ്. മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ ടൈം ഓഫ് റൈറ്റ് ഇഷ്യൂ ഈസ് ₹200. അതായത് റൈറ്റ് ഇഷ്യൂവിൻ്റെ നേരത്ത് മാർക്കറ്റ് പ്രൈസ് വരുന്നത് 200 ആണ്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റൈറ്റ് ഇഷ്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. വാല്യൂ ഓഫ് റൈറ്റ് ഇഷ്യൂ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ബിലോ. നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർ ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് എന്താണ്? ഇഷ്യൂ പ്രൈസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? 3 വരുന്നത്. ഫ്രഷ് ഇഷ്യൂ ശരിക്കും മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 200 ആണ്. പിന്നെന്താ വരുന്നത്? ഇഷ്യൂ പ്രൈസ് വരുന്നത് 150 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ എത്രയാണ്? ഫ്രഷ് പ്ലസ് എന്താണ്? എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഷെയർ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? 3 ആണ്. ഇപ്പോൾ 200 മൈനസ് 200 ആണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ്, 150 ആണ് റൈറ്റ് ഇഷ്യൂ പ്രൈസ്. അപ്പോൾ 3 ഇൻറ്റു എത്ര വരും? 50 വരും. ഡിവൈഡഡ് ബൈ 4 ആണ് നിലവിലുള്ള ഒരു ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ 4 ഷെയറിൽ ഒരാൾക്ക് എത്ര കിട്ടുന്നത്? 3 ഷെയറാണ് കിട്ടുന്നത്. അപ്പോൾ 7 വരും താഴെ ടോട്ടൽ. അപ്പോൾ വരിക 21.43 ആണ് റൈറ്റിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 19ാമത്തെ ചോദ്യമാണ്. ഫോളോയിങ് ആർ ടേക്കൺ ഫ്രം ദ ബാലൻസ് ഷീറ്റ് ഓഫ് രാജ ലിമിറ്റഡ് ആസ് ഓൺ 31st December 2011. 10,000 equity shares of ₹10 each for ₹1 lakh. 10,000 8% preference shares of ₹10 each, ₹1 lakh. Capital reserve 50,000, general reserve 30,000, P&L account 85,000. The company redeems the preference shares on 1st January 2012. Give journal entries. അതായത് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്ന ജേണൽ എൻട്രീസ് കൊടുക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിഫറൻസ് ഷെയർ വരുന്നത്.
അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രീസ് ആദ്യം എന്താണ്, എവിടെ നിന്നൊക്കെയാണ് ഔട്ട് ഓഫ് ക്യാപിറ്റലാണ് കമ്പനി റിഡീം ചെയ്യുന്നത്. അപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്, 1 lakh ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ജനറൽ റിസർവിൽ എത്ര ഉണ്ട്, 30,000 ഉണ്ട്. P&L അക്കൗണ്ടിൽ എത്ര ഉണ്ട്, 85,000 ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം അതെടുത്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റുക. ജനറൽ റിസർവ് ഉള്ളത് 30,000 എടുക്കാം. P&L നിന്ന് ബാക്കി എത്ര ഉണ്ടാവും, 70,000 എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം 30,000 ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റ് ₹30,000, P&L അക്കൗണ്ട് അറ്റ് ₹70,000 രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് 1 lakh ട്രാൻസ്ഫർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എൻട്രി വരുന്നത് റിഡീം ചെയ്യുന്ന 2 എൻട്രിയാണ്. ഒന്നെന്താണ് 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ₹1 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1 lakh. അത് കഴിഞ്ഞിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്ന എൻട്രിയാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ₹1 lakh ടു ബാങ്ക് അക്കൗണ്ട് 1 lakh. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രീസ് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ കണ്ടീഷൻസ് ഫോർ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ താഴെ. ബോണസ് ഷെയറും റൈറ്റ് ഷെയറും ഈ പറയുന്ന പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷനും ആയിട്ട് ഒന്നിലധികം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ നമ്മുടെ പാർട്ട് ബിയിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഒരു ക്വസ്റ്റ്യനിൽ 5 മാർക്കാണ്, അത്തരത്തിൽ 8 ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. മാക്സിമം സീലിംഗ് 35 മാർക്കാണ്. അപ്പോൾ 40 മാർക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസിന് വരുന്നുണ്ടെങ്കിൽ പോലും സീലിംഗ് 35 മാർക്കാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ ക്വസ്റ്റ്യനിൽ അപ്പോൾ ഒരു 10 മാർക്കിൻ്റെ ഓരോ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ ഒന്ന് അതിൻ്റെ എൻട്രി ചോദിച്ചു, അതിൻ്റെ കണ്ടീഷൻ ചോദിച്ചു റിഡംഷൻ്റെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അറിയുന്ന ഒരാൾക്ക് 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോണസ് ഷെയറിൻ്റെ കേസ് തന്നെ ബോണസ് ഷെയറിന് എൻട്രി ചോദിക്കുന്നു, അതേപോലെ എന്ത് ചോദിക്കുന്നു, അതിൻ്റെ കണ്ടീഷൻ ചോദിക്കുന്നു. അപ്പോൾ അത് രണ്ടും അറിയെങ്കിലാണ് അവിടെയും 10 മാർക്ക്. അപ്പോൾ 20 മാർക്ക് അവിടെ തന്നെ നമുക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് അവിടെ എഴുതിയിരിക്കുന്നത് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് എ കമ്പനി ക്യാൻ ഇഷ്യൂ ബോണസ് ഷെയർസ് ഓൺലി ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഷുഡ് ബി ഓതറൈസ്ഡ് ബൈ ദ ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്യണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്തെങ്കിൽ മാത്രമേ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്ത പോയിന്റ്, ദ പ്രപ്പോസൽ ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഇൻ ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗിൽ ഇതിൻ്റെ പ്രപ്പോസൽ ആര് അംഗീകരിക്കണം? മെമ്പേഴ്സ് അംഗീകരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ദ കമ്പനി ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ് ടു പെർമിറ്റ് ദ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ. കമ്പനിക്ക് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. നാലാമത്തെ പോയിന്റ് പറയുന്നത് ദ ബോണസ് ഇഷ്യൂ ഷുഡ് സാറ്റിസ്ഫൈ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ സെബി. സെബി ഇഷ്യൂ ചെയ്ത ഗൈഡ് ലൈൻസ് ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് 21ാമത്തെ ചോദ്യം നോക്കാം. വൈൽ ക്ലോസിംഗ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓൺ 31st March 2017 എ ബാങ്കിങ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാസ് ഇറ്റ്സ് അഡ്വാൻസസ് ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അപ്പോൾ താഴെയാണ് ഇതിൻ്റെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് അസറ്റ് കൊടുത്തത് ഇൻ ലാക്സ് ആണ്, അതായത് 16,800 ലാക്ക് ഉണ്ട്. ഇനി സബ് സ്റ്റാൻഡേർഡ് അസറ്റ് വരുന്നത് 1,300 ലാക്ക് ആണ്. ഇനി സെക്യൂർഡ് പോർഷൻസ് ഓഫ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉള്ളത് അപ് ടു 1 year ഉള്ളത് 320 ലാക്ക് ആണ്. 1 year to 3 years ഉള്ളത് 90 ലാക്ക് ആണ്. മോർ ദാൻ 3 years ഉള്ളത് 30 ലാക്ക് ആണ്. സെക്യൂർഡ് പോർഷൻസ് ഓഫ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ഉള്ളത് 97 ലാക്ക് ആണ്. ലോസ് അസറ്റ് ഉള്ളത് 48 ലക്ഷമാണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് പ്രൊവിഷൻ വിച്ച് മസ്റ്റ് ബി മെയ്ഡ് അഗെയിൻസ്റ്റ് അഡ്വാൻസസ്. അതായത് ഇതിൻ്റെയൊക്കെ പ്രൊവിഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോന്നിനെയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെ പ്രൊവിഷൻ്റെ പെർസെൻറ്റേജ് 0.40% ആണ്. സബ് സ്റ്റാൻഡേർഡ് അസറ്റിൻ്റെത് 15% ആണ്. ഡൗട്ട്ഫുൾ അസറ്റ് സെക്യൂർഡ് ആണെങ്കിൽ അപ് ടു 1 year 25% ആണ്. 1 to 3 years 40% ആണ്. മോർ ദാൻ 3 years 100% ആണ്. ഡൗട്ട്ഫുൾ അസറ്റ്സ് അൺസെക്യൂർഡ് ആണെങ്കിൽ 100% ആണ്. ലോസ് അസറ്റ് ആണെങ്കിൽ 100% ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ് 0.4 ആണ്. സബ് സ്റ്റാൻഡേർഡ് 15 ആണ്. പിന്നെ അപ് ടു 1 year ഡൗട്ട്ഫുൾ ഡെപ്റ്റ് സെക്യൂർഡ് ആണെങ്കിൽ ഡൗട്ട്ഫുൾ അസറ്റ് സെക്യൂർഡ് ആണെങ്കിൽ 25, 1 to 3 years 15, മോർ ദാൻ 3 years 100. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ്, അതായത് ഈ 16,800ൻ്റെ 0.4% എന്ന് വെച്ചാൽ 67.2 ആണ്. ഇതിൻ്റെ 15% ഇത്രയാണ് വരുന്നത്. ഓരോന്നിൻ്റെയും ശതമാനം, അതായത് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ 320 × 25/100 ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 80. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? ഇവിടെ 90ൻ്റെ 40%, 90 × 100. ഓക്കെ, അപ്പോൾ 9 × 4 36 വരിക. ഓക്കെ, അങ്ങനെ ഓരോന്നിൻ്റെയും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊവിഷൻ, ടോട്ടൽ പ്രൊവിഷൻ. അപ്പോൾ ഓരോ
ശതമാനങ്ങൾ മറക്കാതിരിക്കുക. 0.415 ആണ് സബ് സ്റ്റാൻഡേർഡ്. ഇത് 0.4 സബ് സ്റ്റാൻഡേർഡ് 15. Doubtful asset up to 1 year 25%, 1 to 3 years 40, and more than 3 years 100. Doubtful unsecuredും ലോസ് അസറ്റും 100 വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question number 22. Net profit for the year 2010 is rupees 18 lakh. Net profit for the year 2011 is rupees 60 lakh. Number of equity shares outstanding till 39/2010 is 20 lakh. Bonus issue on 1st October or 1st 10/2011 is 2 new and 1 old. Okay. Calculate earning per share for the year 2011 and adjusted earning per share for the year 2010. ഓക്കെ, അതായത് EPS ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഏർണിംഗ് പെർ ഷെയർ ഫോർ ദ ഇയർ 2011 ഈസ് 60 lakh. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ പ്രോഫിറ്റ്? 60 lakh ആണ്. ഓക്കെ, സോ 60 lakh ഡിവൈഡഡ് ബൈ 20 lakh പ്ലസ് 40 lakh. 20 lakh എന്തിനാണ് വരുന്നത്? 20 lakh വരുന്നത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ 40 lakh ബോണസ് ഷെയർ ആണ്. അതായത് പഴയ ഒരു ഷെയറിൽ ഒരാൾക്ക് 2 ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ 20 ലക്ഷം ഷെയറുള്ള ആൾക്കാർക്ക് എത്ര കിട്ടും? വീണ്ടും 2, അതായത് ഒരു ഷെയറുള്ള ആൾക്ക് എത്ര ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്? ഒരു ഷെയറുള്ള ഒരാൾക്ക് 2 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ 20 ലക്ഷം വരുമ്പോൾ എത്ര ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും? 40 ലക്ഷം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതാണ് ഇവിടെ 40 lakh എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെ 20 lakh ഓൾഡ് ഷെയർസ് ആൻഡ് 40 lakh ബോണസ് ഷെയർ, ഇത് രണ്ടും കൂടി വരുമ്പോൾ 60 lakh ഷെയർ ഉണ്ട്. സോ ഏർണിംഗ് പെർ ഷെയർ ആസ് പെർ 2011 ഈസ് ₹1 ആൻഡ് അഡ്ജസ്റ്റഡ് ഏർണിംഗ് പെർ ഷെയർ ഫോർ ദ ഇയർ 2010 ഈസ് 18 lakh ആണ് അവിടെ വന്ന പ്രോഫിറ്റ്. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ 20 ലക്ഷം 40 ലക്ഷം ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഓൾഡ് ആൻഡ് ബോണസ് ഷെയർ. അപ്പോൾ അത് 60 lakh ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.30 ആണ് അഡ്ജസ്റ്റഡ് ഏർണിങ്സ് പെർ ഷെയർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ വേരിയസ് കാറ്റഗറീസ് ഓഫ് SLR സെക്യൂരിറ്റീസ്. വേരിയസ് കാറ്റഗറീസ് ഓഫ് SLR സെക്യൂരിറ്റീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് കടക്കാം. SLR securities of banking companies are basically classified as permanent securities and current securities as per provisions of RBI. Further, they are classified into held to maturity securities, held for trade securities, held for sale securities. ഇതിനൊക്കെ എന്ത് ചെയ്യുക? വിവരണങ്ങളും കൂടി എഴുതാം. ഓക്കെ, അപ്പോൾ 5 മാർക്കിന് ഇത്രയും പോരാ, സ്കീമിൽ തന്നാൽ മാത്രം പോരാ. ടെക്സ്റ്റ് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇതിനൊക്കെ ഉള്ള വിവരണങ്ങളും കൂടി എഴുതി വെക്കുക. ഒരു പേജിൻ്റെ, അതായത് ഒരു പേജ് കൊള്ളുന്ന രീതിയിലായിരിക്കണം ശരിക്കും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതേണ്ടത്. ഓക്കെ, ഇനിയിപ്പം 10 മാർക്കാണെങ്കിൽ എന്ത് വരണം? ഇതിൻ്റെ മറ്റേ പുറം കൂടി കൊള്ളുന്ന രീതിയിലായിരിക്കണം കണ്ടൻറ്റ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ പരമാവധി കണ്ടൻറ്റ് കൂടുതലായിട്ട് എഴുതാൻ നോക്കുക. മെയിൻ പോയിൻറ്റ്സ് ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ സിയിലേക്കാണ് കടക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ ബിയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ പാർട്ട് സി അല്ലെങ്കിൽ സെക്ഷൻ സി ആണ്. ഇത് എസ്സേ വരുന്ന പോർഷനാണ്. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യനും 10 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ മാത്രം അറ്റംപ്റ്റ് ചെയ്താൽ മതി. വലിയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എഴുതാനായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാം എഴുതിയിട്ട് സമയം വെറുതെ കളയരുത്. നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന 2 ചോദ്യങ്ങൾ മാത്രം അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ സീലിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഏതെങ്കിലും 2 ചോദ്യങ്ങൾ മാത്രം, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന 2 ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 24ാമത്തെ ചോദ്യം വരുന്നത് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട് ഓഫ് സേഫ് ഇൻഷുറൻസ് കമ്പനി. അതായത് സേഫ് ഇൻഷുറൻസ് കമ്പനിയുടെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് ചോദ്യം. ആസ് ഓൺ 31st March 2011 ഫിഗേഴ്സ് ഇൻ തൗസൻഡ്സ് ആണ്. ഓക്കെ, സോ ക്ലെയിംസ് ബൈ ഡെത്ത് കൊടുത്തിട്ടുണ്ട് 1,52,000, 280,000 ആണ്. ഓക്കെ, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി 60,000, 220,000 ആണ്. പ്രീമിയംസ് 1,411,380,000 ആണ്. ട്രാൻസ്ഫർ ഫീ വരുന്നത് 258,000 ആണ്.
കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് ഉള്ളത് 164,254 ആണ്. അതും ഇൻ തൗസൻഡ്സ് ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആ തൗസൻഡ്സിനെ വെട്ടിയിട്ട് നമുക്കെന്താണ് കൊള്ളിക്കാവുന്ന ഒരു ഫിഗേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് ആനുറ്റീസ് പെയ്ഡ് ആണ് ₹1,69,022. ബോണസ് ഇൻ ക്യാഷ് വരുന്നത് 4,832. എക്സ്പെൻസസ് ഓഫ് മാനേജ്മെൻറ്റ് വരുന്നത് 63,840 ആണ്. കമ്മീഷൻസ് ₹19,148 ആണ്. ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ₹1,95,680 ആണ്. ഇൻകം ടാക്സ് ₹11,420 ആണ്. സറണ്ടേഴ്സ് ₹26,280 ആണ്. ബോണസ് ഇൻ റിഡക്ഷൻ ഓഫ് പ്രീമിയം ₹1960 ആണ്. ഡിവിഡൻസ് ടു ഷെയർ ഹോൾഡേഴ്സ് ₹11,000 ആണ്. ലൈഫ് ഇൻഷുറൻസ് അഷുറൻസ് ഫണ്ട് വരുന്നത് 30,42,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് മെയിനായിട്ടും ഈ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ ഷെഡ്യൂളുകളുടെ ഫോർമാറ്റുമാണ് നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത്. ആ ഫോർമാറ്റ് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സിലേക്ക് നമുക്ക് മെല്ലെ ഒന്ന് നോക്കാം. അപ്പോൾ ആൻസർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഫോം എ ഓഫ് റവന്യൂ അക്കൗണ്ട് ആണ്. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ദി ഇൻഷുറർ സേഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ വിത്ത് IRDA. ഓക്കെ, അപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണെന്നുള്ളത് സൂചിപ്പിക്കുന്നു. റവന്യൂ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2011 ആണ്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ്. പോളിസി ഹോൾഡേഴ്സ് അക്കൗണ്ട്, ടെക്നിക്കൽ അക്കൗണ്ട് എന്ന് വെച്ചിട്ട് റവന്യൂ അക്കൗണ്ട് എഴുതി വെക്കുക. ആദ്യം പ്രീമിയം ഏൺഡ് ആണ്. അപ്പോൾ പ്രീമിയം സീഡഡ് വരുന്നത് എത്രയാണ് അവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തത് 14,11,380 ആണ്. അത് കഴിഞ്ഞ് പ്രീമിയമാണ് ഇവിടെ. സീഡഡും എന്തില്ല ആക്സെപ്റ്റഡും ഇല്ല, പ്രീമിയം മാത്രം അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് റീഇൻഷുറൻസ് വരുന്നില്ല, ഇത് രണ്ടും വരുന്നില്ല. അപ്പോൾ ഇത് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എന്താണ് ഈ പറയുന്ന ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻഡഡ് കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടുണ്ട്, ടോട്ടൽ ഇവിടെ എഴുതിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത് എന്താണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് റിലേറ്റ് ടു ഇൻഷുറൻസ് ബിസിനസ്, അത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് കൊടുത്തിട്ടുണ്ട്, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ അതേഴ്സ് ഇൻകം ടാക്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടോട്ടലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഈ ടോട്ടലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻട്രീം ബോണസ് പെയ്ഡ്, ബെനിഫിറ്റ് പെയ്ഡ്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇതിന് താഴത്തേക്കായിട്ട് എന്താണ് സർപ്ലസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ അപ്രോപ്രിയേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 ഷെഡ്യൂൾസും, ഓക്കെ, ഈ 4 ഷെഡ്യൂൾസും നിങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ ഫോർമാറ്റ് വരച്ചാൽ തന്നെ നമുക്ക് എന്താണ് അതിന് മാർക്ക് അവിടെ ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഷെഡ്യൂൾ 3 ആയിട്ടുള്ളൂ, ഷെഡ്യൂൾ 4 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ബെനിഫിറ്റ് പെയ്ഡ്, ക്ലെയിംസ് ബൈ ഡെത്ത്, ക്ലെയിംസ് ബൈ മെച്യൂരിറ്റി, ആനുറ്റീസ്, പെൻഷൻ പേയ്മെൻറ്റ്, ഇതെല്ലാം അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്ത എല്ലാ ഐറ്റംസും ഇവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. മെയിനായിട്ട് ആ ഫോർമാറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കാര്യം. ഇനി അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഓഫ് ജയ ബാങ്ക്. അപ്പോൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനാണ്. ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2011. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളോട് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ചോദിച്ചു, എസ് ചോദിച്ചു. നെക്സ്റ്റ് വൺ ബാങ്കിൻ്റെ ഒരു എസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, റിസർവ് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, കറണ്ട് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, ബോറോഡ് ഫ്രം ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രമിസസ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, മണി അറ്റ് കോൾ ഷോർട്ട് നോട്ടീസ്, ഇൻട്രസ്റ്റ് അക്രൂഡ് ആൻഡ് പെയ്ഡ്. അത് കഴിഞ്ഞിട്ട് താഴെ സാലറീസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്നത്, അടുത്തതായിട്ട് റെൻറ്റ് കൊടുത്തിട്ടുണ്ട്, P&L അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഏൺഡ് കൊടുത്തിട്ടുണ്ട്, ബിൽസ് ഡിസ്കൗണ്ടഡ്, ബിൽസ് പേയബിൾ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്, അൺക്ലെയിം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടിൻ്റെയും ടോട്ടൽ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ പറയുന്നത് ബാങ്ക് ഹാഡ് ബിൽസ് ഓഫ് ₹14 lakh ആസ് കളക്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ് ആൻഡ് ഓൾസോ ആക്സെപ്റ്റൻസ് ആൻഡ് എൻഡോഴ്സ്മെൻറ്റ്സ് ഫോർ ദം എമൗണ്ടിങ് ടു 4 lakh. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയ ക്ലാസ് നമ്മുടെ തന്നെ ചാനലിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് ചാനലിൽ നിങ്ങൾക്ക് നോക്കുക. കാര്യം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പറഞ്ഞു വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ എസ്സേസ് ഡിസ്കസ് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ആൻസേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻസേഴ്സ് ജസ്റ്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാം. അപ്പോൾ 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഷെഡ്യൂൾ നമ്പർ വരും, 2 പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ ആൻഡ് പ്രീവിയസ് ഇയറിൻ്റെ 2 കോളം വരയ്ക്കാം.
അപ്പോൾ ആദ്യം ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി നമ്മുടെ സാധാരണ ബാലൻസ് ഷീറ്റ് പോലെ തന്നെ അപ്പോൾ അതെല്ലാം എഴുതിയിരിക്കുന്നു, അതിൻ്റെയൊക്കെ അമൗണ്ട്സ് ഇവിടെ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, താഴെ അസറ്റുകൾ എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞ് കോണ്ടിജൻറ്റ് ലയബിലിറ്റീസ് അതിന് താഴെയാണ് എഴുതുക, ബിൽസ് ഫോർ കളക്ഷനൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഓരോ ഷെഡ്യൂൾസാണ്. അപ്പോൾ ഷെഡ്യൂൾ 1 ഷെയർ ക്യാപിറ്റലിനുള്ളതാണ് ബാങ്കിൻ്റെ. പിന്നെ ഷെഡ്യൂൾ 2 റിസർവ് ആൻഡ് സർപ്ലസിനുള്ളതാണ്. പിന്നെ ഷെഡ്യൂൾ 3 ഡെപ്പോസിറ്റ്സിനുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ഷെഡ്യൂൾ 4 ബോറോയിങ്സിനുള്ളതാണ്. അപ്പോൾ ഓരോന്ന് നോക്കി വെക്കുക. പിന്നെ ഷെഡ്യൂൾ 5 എന്തിനാണ്, അതർ ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് ഉള്ളതാണ്. പിന്നെ ഷെഡ്യൂൾ 6 ക്യാഷ് ആൻഡ് ബാലൻസസ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളതാണ്. പിന്നെ ഷെഡ്യൂൾ 7 ഇസ് ഫോർ ബാലൻസസ് വിത്ത് ബാങ്ക്സ് ആൻഡ് മണി അറ്റ് കോൾ ഷോർട്ട് നോട്ടീസിനുള്ളതാണ്. ഷെഡ്യൂൾ 7. ഷെഡ്യൂൾ 8 ഇസ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഷെഡ്യൂൾ 9 ഇസ് ഫോർ അഡ്വാൻസസ്. ഷെഡ്യൂൾ 10 ഇസ് ഫോർ ഫിക്സ്ഡ് അസറ്റ്. ഷെഡ്യൂൾ 11 ഇസ് ഫോർ അതർ അസറ്റ്. അപ്പോൾ അതൊന്നും വരുന്നില്ല. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഷെഡ്യൂൾ 12 ആണ്. അപ്പോൾ ഷെഡ്യൂൾ 12 ഇവിടെ ഈ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, കോണ്ടിജൻറ്റ് ലയബിലിറ്റീസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ആ ഓരോ ഷെഡ്യൂളിലും ഫോർമാറ്റും അതേപോലെ ഈ റവന്യൂ അക്കൗണ്ടും അതേപോലെ ഇൻഷുറൻസ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോർമാറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഈ ഫോർമാറ്റ് കൃത്യമായിട്ട് എഴുതിയാൽ തന്നെ നമുക്കൊരു 50% മാർക്ക്, ഈവൻ നമ്മുടെ എമൗണ്ട് കോളത്തിൽ എഴുതിയ സംഖ്യകൾ തെറ്റിപ്പോയാൽ പോലും, ഒരു സ്ട്രാറ്റജി ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ആ മാർക്ക് അവിടെ സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളോട് എന്ത് ചോദിച്ചു, നമ്മളോട് ഇൻഷുറൻസ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിനെ കുറിച്ച്, റവന്യൂ അക്കൗണ്ടിനെ കുറിച്ചിട്ടും പിന്നെ ബാലൻസ് ഷീറ്റ് ഓഫ് ബാങ്കുമാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എസ് ആയിട്ട് ചോദിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് ഡൗൺ ദ എൻട്രീസ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അണ്ടർ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് പ്രകാരം റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന് എൻട്രീസ് എഴുതാനാണ് ചോദ്യം. എൻട്രീസ് മാത്രം എഴുതി വെച്ചാൽ മതി. ആ എൻട്രീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഫോർ ദ amount set aside every year, P&L appropriation account added to sinking fund, for investment of sinking fund investment account added to bank. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആൻഡ് സബ്സിക്വൻറ്റ് ഇയേഴ്സിൽ എങ്ങനെയാണ് എൻട്രീസ് വരുന്നത്, ഇൻട്രസ്റ്റ് ലഭിക്കും നമുക്ക്, അതും കൂടി ചേർത്തിട്ട് ആ ഇൻട്രസ്റ്റും കൂടി നമ്മൾ സിങ്കിങ് ഫണ്ടിലേക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് നമ്മൾ വീണ്ടും P&Lന്ന് അപ്രോപ്രിയേഷൻ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റിയിട്ട് ആ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് ഇയർ എന്താണ് എൻട്രീസ് വരുന്നത്, ലാസ്റ്റ് ഇയർ വരുന്ന എൻട്രി എന്താണ്, ഇത് റിയലൈസ് ചെയ്യും. പിന്നെ എന്താണ്, ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും, ലോസ് ആണെങ്കിൽ തിരിച്ച് എഴുതും, എൻട്രി റിവേഴ്സ് ചെയ്യും. പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള എന്താണ് എമൗണ്ട്, പ്രീമിയം ഉണ്ടെങ്കിൽ ഇവിടെ എഴുതും, അല്ലെങ്കിൽ റിഡംഷൻ്റെ ഫസ്റ്റ് എൻട്രി, റിഡംഷൻ്റെ സെക്കൻഡ് എൻട്രി. നെക്സ്റ്റ് വൺ സിങ്കിങ് ഫണ്ടിൻ്റെ എങ്ങോട്ടേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും, നമ്മൾ ജനറൽ റിസർവിലേക്ക് സിങ്കിങ് ഫണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഇനി അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ആർ ലയബിലിറ്റീസ് ആൻഡ് അസറ്റ്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി എച്ച് ലിമിറ്റഡ് ആൻഡ് സബ്സിഡറി കമ്പനി എസ് ലിമിറ്റഡ് ആസ് ഓൺ 31st December 2014. അപ്പോൾ എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും ഓരോ ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എച്ച് ലിമിറ്റഡ് അക്വയർഡ് ദ ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ആസ് ഓൺ 31st December 2014. പ്രിപ്പയർ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് രണ്ടിനും കൂടി ആഡ് ചെയ്തിട്ട് ഇവിടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ, അപ്പോൾ ഇത് നമ്മൾ അതിന് താഴെ അതിൻ്റെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ, അതേപോലെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ കൊടുത്തിട്ടുണ്ട്, ഗുഡ് വിൽ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, കാര്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. കാര്യം ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്താൽ നമ്മുടെ ടൈം ലിമിറ്റ് എക്സീഡ് ആയി പോകും, മണിക്കൂറുകൾ പോവും. കാര്യം എന്താണെന്ന് വെച്ചാൽ എസ്സേ ഒക്കെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ട് അത് ക്ലാസ് ആയിട്ട് നിങ്ങൾ കാണുക. അത് നമ്മുടെ ചാനലിലും മറ്റ് ചാനലിലൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് കാണാം. ഓക്കെ, അപ്പോൾ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ മാത്രമേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.